ചില ഇഷ്ടങ്ങളും ചില നൊസ്റ്റാൾജിയാസും നമ്മുടെ വീട്ടിൽ തന്നെ ചെന്നത് ആസ്വദിച്ച് കഴിക്കണം. അപ്പോൾ ഇത് മൈ ഫേവറേറ്റ് ആയിരുന്നു. ചക്കരക്കഞ്ഞിയല്ലേ, അപ്പോൾ നോമ്പിന് മുമ്പേ ഇത്തിരി കഴിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ഉമ്മയുടെ അടുത്ത് പോയി അത് കുടിച്ച്. അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ അവസാന ഘട്ടമാണ്. കാര്യം വയ്യാതിരുന്നതുകൊണ്ട് ഒന്നിനും ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ ഇന്നെല്ലാം മറികടന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മനസ്സിനെ ഞാൻ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമല്ലോ, എങ്കിലല്ലേ എൻ്റെ കൂടെ നിൽക്കുന്നവരെ എനിക്കും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാത്തിനെയും അങ്ങ് സടകുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്മൂത്തിക്ക് എനിക്ക് ഷേക്ക് കുടിക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഗ്ലാസ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എത്ര ഗ്ലാസ് വാങ്ങിച്ചാലും ഈ ചെറിയ സാധനം ഉണ്ടല്ലോ, കണ്ണ് തെറ്റി അവന് വെള്ളം കുടിച്ച് അവൻ എവിടെയെങ്കിലും കൊണ്ട് ഉരുട്ടിയിട്ട് പൊട്ടിക്കും. അതാണ് സ്ഥിരം പതിവ്. അത് കാരണം വലിയ അങ്ങോട്ട് എനിക്ക് ഗ്ലാസ് കിട്ടാറുമില്ല. പിന്നെ കുറേ പച്ചക്കറിയും അതുപോലെ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസസും അതുപോലെ തന്നെ സാലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോകണം. ഈ മാസം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത്രയും നമുക്ക് ഹെൽത്തി ആവാൻ പറ്റിയ പല അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ ഒരു മാസം വേറെയില്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഡയറ്റിലൊരു ഫോർമാറ്റ് കൊണ്ടുവന്നാൽ മാറ്റാൻ പറ്റുന്നതല്ല ഒന്നാം തരം ഒരു മാസമാണ്. എല്ലാം കൊണ്ടും ഈ പുണ്യ റമദാൻ മാസത്തിൽ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഓയിലി ഫുഡും ഷുഗർ കണ്ടൻറ്റും ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്താൽ മതി. അങ്ങനെ വീട്ടിൽ വന്ന് ഇക്കാക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ മോന് സ്മൂത്തി തന്നെയാണ് കേട്ടോ എടുത്തത് ഡിന്നറായിട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ നാളെ മാഷാ അല്ലാഹ് നമുക്ക് നല്ല ഉഷാറായിട്ട് ഡയറ്റ് ചെയ്യാൻ എല്ലാവരും അങ്ങ് ഉഷാറായിക്കോളൂ.